അവിടെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വലിയ സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് അല്ല അതൊക്കെ ഒന്ന് രസമില്ലായിരുന്നാ പക്ഷെ കൊടുന്നപ്പോ എന്താന്ന് അല്ലെങ്കിൽ ആരെങ്കിലും പൂച്ചയോ ഓലപ്പടക്കം കൊണ്ടൊക്കെ അങ്ങനെ കളിയാക്കുന്നു പിച്ചച്ചട്ടിന്ന് കൈയിട്ട് വരണേ അപ്പൊ ഗൈസ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വീഡിയോന്റെ ഇൻട്രോ തല്ല കാരണം പറയാന് കാരണം അറിയാനേ കുറിച്ചാ ഇന്ന് പ്രജിത്തിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ കേക്കൊക്കെ വാങ്ങിയത് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ സദ്യ കഴിച്ചു പക്ഷെ അവനോട് പറഞ്ഞത് കേക്കൊന്നും മുറിക്കണില്ല എന്തിനാ ഇപ്പൊ ഇത്ര പ്രായമൊക്കെ ആയില്ലേ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ ഇതാക്കിയിട്ടുണ്ട് പക്ഷെ അവൻ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ബർത്ത്ഡേന്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോ ബർത്ത്ഡേന്റെ കാര്യങ്ങൾ സോറി കേക്ക് മുറിക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ കേക്കിന് മുറിക്കണ്ടേ അതിന്റെ കാര്യമൊന്നും അവനെ അറിഞ്ഞിട്ടില്ല അപ്പൊ നമ്മളിന്ന് കേക്കും വാങ്ങിയിട്ടുണ്ട് എൻ്റെ വക ഒരു സംഭവം അച്ഛൻ്റെ അമ്മേൻ്റെ വക ഒരു സംഭവം അങ്ങനെ 2 ഗിഫ്റ്റും വാങ്ങിയിട്ടുണ്ട് അവിടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ അവിടെ കിടക്കണം കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ക്ഷീണിച്ചിട്ട് വന്നതൊക്കെ സംഭവം ആൾക്കിന്ന് കേക്ക് മുറിക്കാത്തതിൻ്റെ ചെറിയൊരു അതാണ് സംഭവം അപ്പോൾ നമുക്ക് നേരെ അവനെ മെല്ലെ നീപ്പിക്കാം എന്നിട്ട് നമുക്ക് മെല്ലെ വന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യുകയും ചെയ്യാം അവനെ വന്നിട്ട് മെല്ലെ നീപ്പിക്കാം കേട്ടോ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം അപ്പോൾ ഗൈസ് നമ്മളെന്താ അറിയോ ഇങ്ങനെ അവിടെ 2 കൊട്ട് കിട്ടും വരുന്നിക്കില്ല യാതൊരു പ്രതീക്ഷയില്ല എന്നാലും 2 കൊട്ട് കിട്ടും എന്താ ചെയ്യുക നമുക്കിത് നേരെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവിടെ പോയി നിൽക്കാം അവന് സർപ്രൈസ് അത് അവൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ത് ഇങ്ങനെ അവിടെ വെച്ചിട്ട് നടത്തും അല്ലെങ്കിൽ കേക്ക് മുറിക്കുന്ന വിചാരിച്ചു കാരണം പറഞ്ഞാൽ നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് വരും സദ്യേന്റെ വീഡിയോ അതിൽ ഞങ്ങൾ കറക്റ്റ് ആണ് അവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെടുകയിലേക്ക് ഒക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓനെ എങ്ങനെ എന്താ സംഭവം ഇവിടെ വരുമ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയെന്നുള്ള ഞങ്ങൾക്ക് അറിയില്ല അത് നോക്കാം എത്രയൊക്കെ അവന് കേക്കോ കാര്യമൊന്നും മുറിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചു എന്താണെന്ന് വെച്ചാൽ നമ്മൾ സദ്യ കഴിക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ ഇതിന് മുമ്പ് ഇടാം ഇപ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും ഞാൻ ഇടാം നമ്മളിതാ എവിടെ പുറന്നാളുകാരൻ അവരെ സദ്യ എല്ലാവരും റെഡി ആയിട്ടിരിക്കാം പക്ഷെ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കട്ടാ ഒരു മഹത്തായ വ്യക്തി ജനിച്ച മഹത്തായ അതെ ദുരന്തമാണ് ദിവസം അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെ ഇന്ന് അമ്മയ്ക്ക് വയ്യട്ടാ അത് കാരണം ഞങ്ങളാണ് ഭക്ഷണമൊക്കെ സത്യം പറഞ്ഞത് അമ്മ ഇങ്ങനെ ഇത് പറഞ്ഞുതരും എന്തൊക്കെ അതൊക്കെ അങ്ങനെ മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് ഇന്ന് അവിയലുണ്ട് നല്ല രസം അല്ല പിറന്നാളുകാരൻ എല്ലാവരും ഞാൻ ഇറക്കിയിട്ടില്ല ഈ വരുന്നുണ്ടോ ടേസ്റ്റ് നോക്കൂ പപ്പടം ഇല്ലാതെ മലയാളിക്ക് എന്ത് പരിപാടി അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എത്ര കേട്ടോ എലമ കരിക്കണ്ട മുണ്ടൊക്കെ എടുത്തു പപ്പടം അപ്പൊ നമ്മള് കുളിച്ചിട്ടാ രാവിലെ തന്നെ എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തില് ഇങ്ങനെ എടുക്കുക കുറച്ച് പേര് ഇങ്ങനെ വെക്കുക കുറച്ച് ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ കൂട്ടുക എല്ലാം കൂട്ടി കഴിച്ചിട്ടാ പായസം ആദ്യ പായസം കഴിച്ചു ഇപ്പൊ കഴിച്ചതിന് ശേഷം കഴിക്കാൻ പാടുള്ളൂ അതാണ് പ്രശ്നം അതിന് പ്രശ്നണ്ടേ കുറച്ചല്ലേ കഴിക്കണേ ഗോതമ്പ് ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് പിന്നെ ഞങ്ങക്ക് ഒക്കെ ഏട്ടുണ്ടാക്കിയാ വെള്ളം ഞാൻ ഉണ്ടാക്കിയതാ അറിഞ്ഞില്ലേ വയറിഞ്ഞില്ലേ അടുത്ത പിന്നെ ഈ മുതുക്കന്റെ വീഡിയോ മുതുക്ക് അത്ര പ്രായമൊന്നുമില്ല കേട്ടോ വാഴന്റെ അത് തെറ്റി പൊട്ട എന്താണ് വാഴ അതിന്റെ വാഴന്റെ വാഴ അപ്പൊ ഗൈസ്
നമ്മളെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ചു. അപ്പൊ അതില് മാക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് കേക്ക് ഒന്നും മുറിക്കണില്ല. അല്ല കേക്ക് മുറിക്കില്ല, അത് പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഇല്ല, ഇനിയിപ്പോ എന്താ ഇനി എന്തിനു കൂടുതൽ ഇതുപോലെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് വീഡിയോ അതിന് മുമ്പ് കുറേ അവനിട്ട് അലച്ചങ്ങോട്ട് കുറേ വീഡിയോ എടുക്കുന്നു. അതൊക്കെ കാണിക്കാൻ പറ്റിയാൽ കാണിക്കാം, അല്ലെങ്കിൽ ഇതിലിടാം. അപ്പൊ ഇനി എന്താ നമ്മള് സർപ്രൈസ് ആയിട്ട് ചെറിയ കേക്ക് ഒപ്പിച്ചിട്ടുണ്ട്. അവന്റെ കൂട്ടുകാരനെ വിട്ടു സങ്കടമായിട്ട് ഒന്നും കേക്ക് കുറിക്കില്ല അങ്ങനെ പറഞ്ഞു മറ്റേ പറഞ്ഞു പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അവനെ മറ്റേ കൊട്ടി വിളിക്കാം. നമുക്ക് കേക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് അവൻ വിളിക്കാം. അവൻ വരാൻ കുറച്ച് സമയം പിടിക്കും. ആ സമയത്തിന് നമുക്ക് സെറ്റ് ആയി ഇവിടെ നിൽക്കും ചെയ്യാം. അപ്പോ ആയോ അവനെ ഇക്കാറാൻ വരാൻ കുറച്ച് സമയം പിടിക്കും. ലൈറ്റ് ഓഫ് ആക്കാൻ ട്ടാ. പാടാ പോവാ. സന്തോഷ കുട്ടിക്ക് വായോ നിനക്ക് കേക്ക് കുറിക്കലാറല്ലോ വായോ ആ നിക്ക് അല്ല പിന്നെ കുടിച്ചാ നിങ്ങളെന്നെ പറഞ്ഞു കേക്കൊന്നും മേടിക്കുകയാണ്. അന്നെ കളിയാക്കിയതല്ലേ. എന്തായി സംഭവം? ഞാൻ ഉണ്ട് കേക്ക് ഇഷ്ടായ അല്ല മൂതറത് ഇതാണ് അല്ല അവിടക്കെ മാജിക്കല്ല മറ്റേ വിജയ അപ്പൊ മുറിക്കലേ ഹാപ്പി അത് പറഞ്ഞേ പൂജക്കാട്ടി എന്ത് തരാറ് സോറി കുട്ടിക്ക് സന്തോഷ ജന്മദിനം ഇടുക്കി. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രജിത്ത്, ഹാപ്പി ബർത്ത്ഡേ സുന്ദര പ്രജിത്ത്, ഹാപ്പി ബർത്ത്ഡേ. അയ്യോ പൂക്കെ അവന്റെ ആടല്ലേ അങ്ങനെ ഉണ്ടല്ലോ ഇത് ചെറിയ മിസ്സായിരുന്നു. ഇത് ഇങ്ങനൊന്നും എന്താ അച്ഛനാക്കും മനസ്സിലായുള്ളൂ. അമ്മക്ക് പിന്നെ പരിപാടി അവിടെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് അല്ല അതൊക്കെ ഒന്ന് രസമില്ലായിരുന്നാ. പക്ഷെ കൊടുന്നപ്പോ എന്താന്ന് അല്ലെങ്കിൽ ആരെങ്കിലും പൂത്തിയോ ഓലപ്പടക്കം കൊണ്ടൊക്കെ അവന് പണ്ട് കുമ്പിയിൽ പൊട്ടിക്കണം. പറയാൻ കിട്ടിയ അവണ്ടാക്കും. ഞാൻ വിചാരിച്ച് ഇതിലിട്ട് ഇതാക്കാന്ന് വിചാരിച്ചു. ഇത് നോക്ക്, ഇതാണെങ്കിലും തണുത്തിട്ട് ഒന്നും കത്തണില്ല. പ്രാന്ത് എന്ന് പറഞ്ഞാൽ ലാക്കിന്റെ പരിപാടിയൊക്കെ പോയത് അല്ലേ? ഒരു ഞാൻ കത്തിക്കൂ
ഞാൻ മതി. ഭയങ്കര തൊലിക്കട്ടേ. നീ നമുക്ക് ഇതെന്താ നീ ഇത് നമ്മളെ അയൽവാസികൾ കൊടുക്കാണ്ട് പരിപാടി. അത് ഞാൻ വലുത് വാങ്ങണമെന്ന് ചോദിച്ചപ്പോ അച്ഛനോട് അത് വലുത് വാങ്ങടാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ട. എന്താ അറിയോ ഇക്കറിയാം ഇവൻ വന്ന് ഇതിലൊക്കെ ഇങ്ങനെ തിരയും. എനിക്ക് എന്തെങ്കിലും വന്നാൽ കഴിഞ്ഞാല് അത് കാരണം ചെറിയ ഞാൻ അതുവരെ ഒരു അതിന് കൂടുതൽ തുണിയൊക്കെ പറഞ്ഞേ. ഞാൻ കുറെ കപ്പീനും എന്തെങ്കിലും തിന്നാണ്ട് നോക്കി. ഫ്രിഡ്ജിലും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു എനിക്കറിയാം. അതാണ് ഞാൻ കൊടുന്ന് ഇപ്പൊ ഇല്ലാതെ ഇത് പുറന്ന് കിടക്കുന്ന സമയത്ത് ഞാൻ കൊടുന്ന് വെച്ച് തുണിയൊക്കെ ഇട്ട് മൂടി സെറ്റാക്കി വെച്ചതാണ്. കാരണം വേറെ ഒരു മെച്ചപ്പെടുത്തും ഇപ്പം കാണും. അപ്പൊ നമ്മള് മാക്സിമം ഒക്കെ നോക്കിക്കുന്നത്. പക്ഷെ സർപ്രൈസ് ആയില്ലേ എന്നുള്ള ഞാൻ പറയും. സർപ്രൈസ്. എന്താ വേറെ മേടിച്ചിട്ടില്ലേ? ആ ഇവര് ഞാൻ 2-3 ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ കേക്ക് സാധനമൊക്കെ ഉണ്ട് മാറ്റിയേക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങള് ഇൻട്രോ ഉദ്ദേശിച്ചത്. പക്ഷെ ബാക്കിലെടുക്കുക നമ്മള് വിചാരിച്ച മാതിരി അത്ര ബാക്കിലെടുക്ക്. കത്തിരല്ലേ പറഞ്ഞ പ്രശ്നം. ഗ്ലാസ് ഒന്നും ആവില്ല. ബാക്കിലെടുക്ക. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇൻട്രോ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്താ എവിടൊക്കെയോ അത് അപ്പുറത്ത് അഭിനയിച്ചാ കത്തിക്കട മുത്തജി പൂജ എവിടെ തീപ്പെട്ടി അണ്ടാ. ഞാൻ ജനിച്ച ദിവസം ഇങ്ങനെ കേരളം നിന്ന് കത്തണം. കേരളം നിന്ന് കത്തണം. സ്വർഗത്തിലോ കളിക്കാൻ പറ്റുന്ന സ്വർഗത്തിൽ പോയി. അതാണ് ഇവിടെ അടുത്തൊരു ഇതുണ്ട് കേക്കിന്റെ. അതായത് നമുക്ക് അറിയുന്ന ആളാണ്. ഞങ്ങള് സാധനങ്ങൾ വാങ്ങും മിക്കവാറും ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ വാങ്ങാറ് അല്ലേ. കിട്ടുമ്പോ അവർക്ക് കിട്ടണം. അതായിരിക്കും നമ്മള് ഇതില്ലേ അങ്ങനെയല്ല. കുറച്ച് എടുക്കുമ്പോ ഗിഫ്റ്റ് ഒന്നുമില്ല. അവന്റെ ഗിഫ്റ്റ് പറ്റിക്കണം. അല്ലെ അവന്റെ പട്ടി കോസ്റ്റ്ലി ആണെങ്കിലോ കോസ്റ്റ്ലി ഗിഫ്റ്റ് ആണെങ്കിലോ എന്തായാലും അത്ര കോസ്റ്റ്ലി കിട്ടില്ല. നമുക്ക് അറിയാം. അങ്ങനെ കളിയൊക്കെ പിച്ചച്ചട്ടിന് കൈയിട്ട് വരണ ഗിഫ്റ്റ്. അപ്പൊ ഞാൻ കാണിച്ചത് അതെന്റെ ഗിഫ്റ്റ് ഇടേ. ഞാൻ ബോക്സ് കൂട്ടിക്കട്ടെ. ബോക്സ് പൊട്ടിക്കണ നോക്കണ്ട. അവൻ വലിയ ബോക്സ് വന്നിട്ട് ചെറിയ സാധനമൊക്കെ മോനെ ഇഷ്ടപ്പെട്ടാ? മറ്റേ ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്താ പറയുമ്പോഴേ സാരില്ല സാരില്ല വേറെ ഉമ്മൊക്കെ തരാം. നാരിക്ക മകനെ. താങ്ക് യു. ഇല്ല എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ കൊടുത്തിട്ടാ. ഇനി അച്ഛൻ അമ്മക്ക് എന്തൊക്കെ പറയാൻ പറ്റില്ലേ. ഇവരുടെ കൂട്ടുകാരുടെ ഷൂവൊക്കെ ഉണ്ടാവും മറിച്ചിട്ടേ. ഇവരെ വരാണ്ട് പറയാം. കൂട്ടുകാരൊക്കെ ഷൂ ഇങ്ങനെ മേടിക്കാൻ മറിച്ച് വെക്കുക. അമ്മേന്റെ അച്ഛൻ അയ്യോ പോയിട്ട് മക്കളെ ഇനി മുഖം സോപ്പിട്ട് വരുത്തി കേറണം. അവരുടെ ശരീരം കോളടിച്ചല്ലോ. ഷൂസും പാൻസും നല്ല മാച്ച് ഇല്ലേ.
ഇനി നമുക്ക് കുറച്ച് ചലഞ്ച് വീഡിയോകൾ നമ്മൾ ഉടനെ നമ്മൾ അപ്ലോഡ് അപ്ലോഡ് എഡിറ്റിംഗ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ചലഞ്ച് വീഡിയോസ് നമ്മൾ അതിന് പിടിച്ചിരിക്കുന്നു ഗൈസ്. നൈമത് പിടിവിടേ ബൈക്കില്ല ആ കഴിയും കോമഡി ആസ്ഥാനം ഒരു സുഖം സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ഇന്നലെ കണ്ടില്ലേ കണ്ടില്ലേ മറ്റേ എന്താ പറയാ ഇവരത് മറ്റേ സൈക്കോൾ എല്ലാ ചന്ദ്രൻ ഇതുവരെ കടന്നിരുന്നു. ഉറക്കം വന്നിട്ട് എല്ലാ ഉറക്കം വരില്ല, പണിഞ്ഞു കിടന്നാവൂടാ. കേക്കില്ലാഞ്ഞിട്ട് കുറച്ചു നേരോട് കഴിഞ്ഞത് കരഞ്ഞു. കേക്കില്ലാഞ്ഞിട്ട് തന്നെ ഈശ്വരാ. ദൈവമേ, കീടങ്ങൾ വാണുന്ന വീടാണിത്. അതെ, മറ്റൊരു കീടം ഇവിടെ ആ കീടല്ല ഒറ്റ കീടം. പൊന്നോ, ഇവന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ പറ്റില്ല. അമ്മ കണ്ണീര് വെക്കണേ അമ്മ നിങ്ങളെ കണ്ണീര് ഇവിടെ വന്ന് വീഴാൻ പാടില്ല, ഈ വീട് കളക്കം പോകാൻ പാടില്ല. മലപ്പുറംകാരാണ് ഞങ്ങൾ അധികം സുഗ് സുസ് എന്നൊക്കെ പറയുന്നത്. ഷൂ ഷൂ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയില്ല. അതാണ് സുഗുഡ് ടൈം ആയാലും പുളിയും തട്ടണം നാവല്ലടാ. വളിയും കുതിർന്നു. നോക്കണ്ട സഹിക്കാം. ഞാൻ പുറത്ത് പോകുന്നുള്ളൂ. അപ്പൊ റെഡി ആയിക്കോളൂ. സന്തോഷം. വായടപ്പിക്കാൻ കേട്ടില്ല. നമ്മളൊക്കെ സ്റ്റേജിൽ നമ്മളെ വായന ഇറക്കി വരും. ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? Yeah, of course. Nice gift. This is full English ആയിരിക്കണം. Full English. Okay. This is very nice gift. Gift is a beautiful. Gift cover is a beautiful. Gift is beautiful. Gift from father and mother. Beautiful. Beautiful. I have picked apple and I have covered. And I am unexpected covered. And I am unexpected. Very nice. Wow. I am very surprised. And my brother is brilliant. My brother's gift is very nice. Wow, black and white shoe. Sorry, black. Only black. It is that color. But nice to meet you. Butway is no butway. No. Butway no. No butway. മതി സന്തോഷായി. അമ്മ എനിക്ക് ബൂസ്റ്റ് കളിക്കുന്നത്. No, only English. അമ്മ ബൂസ്റ്റ് ഡ്രിങ്ക്. ബൂസ്റ്റ് ഡ്രിങ്ക്. Sorry. Next videos തമിഴ് അല്ല ഇംഗ്ലീഷ്. This is മലയാളം video challenge. देखो. I am very talented. I talented. മക്കളെ ഇതൊരു വീഡിയോ ആയിട്ട് പറഞ്ഞേക്കാവട്ടെ. ഇത് ഉറപ്പൊരു വീഡിയോ വരും. Of course, no problem. I am always ready. No problem. You continue. Welcome. Thank you. You happy? You continue. Are you happy? Yeah, I am very happy. How was my gift? Very gift. I am very height.
I am always air. No. No, that air. No, guys. I am not air. Sorry. Yes, air. No, that air, no. Mic is on. Mic on. Air. Itu masa sebab. Do you like air? Sorry, breathe. This video next Malayalam versus English. Very. I am very talented. Yes, he is very talented. I am always English speaking, and this boy is bloody Malayali. ടീച്ചറിനെ പറയാം ഇംഗ്ലീഷ് തമിഴ് കുറച്ചൊക്കെ സംസാരിക്കും. ഞങ്ങളൊരു ഇതില് സംസാരിക്കുന്നുള്ളൂ അല്ലേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഒരു രസമല്ലേ, എന്തോ അറിയാം. വെറുതെ ഇങ്ങനെ ഒരു ഇതായിട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ അങ്ങനെ സംസാരിച്ചാണ് നല്ലത്. അമ്മയ്ക്ക് അറിയാം, എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാം. അച്ഛന് നല്ല അറിയാം. അച്ഛൻ്റെ ഒപ്പം കൊച്ചിക്ക് വന്നപ്പോ പറഞ്ഞു എന്റെ ഇംഗ്ലീഷിന്റെ കഴിവാണ്. അയാളെ പാണ്ടിപ്പുറ സിനിമ അയാൾക്ക് ഓർമ്മയുണ്ടാവും. അതിലെന്താ ഡയലോഗ് ഉണ്ടല്ലോ, താങ്ക്സ് വെൽക്കം താങ്ക്സ്. ബെല്ലൈക്കൺ കൂടി അടിച്ചാൽ മതി. പിന്നെ ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം, എന്ത് ചെയ്യാം ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ ആ വിരൽ തുമ്പിലാണെല്ലാം നെക്കൂ, അമർത്തൂ, നീക്കൂ, ചെയ്യൂ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ബൈ.